Okay, good morning students. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പഠിച്ചത് ട്രയൽ ബാലൻസ് ആണ്. വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ദെൻ കോസസ് ഓഫ് ഡിസഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിൽ പഠിച്ച വേറൊരു കാര്യമാണ് എറേഴ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ എറേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ് ഞാൻ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. പ്രിൻസിപ്പൽ എറർ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലേക്ക് മാറിപ്പോവുക, അങ്ങനെ എഴുതി പോകുന്ന ഐറ്റംസ് എറർ എന്നാണ് പ്രിൻസിപ്പൽ എറർ ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അക്കൗണ്ടിൽ നമ്മൾ ഒമിറ്റ് ചെയ്തു പോവുക, വിട്ടുപോകുക എഴുതാൻ വേണ്ടിയിട്ട്. എമൗണ്ട് ആയാലും ട്രാൻസാക്ഷൻ ആയാലും ഒക്കെ വിട്ടുപോകുന്നതിനാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റോങ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ അതുപോലെ റോങ് എമൗണ്ട് റോങ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് പോകുന്നത് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ പേരുപോലെ തന്നെ നമ്മൾ ഒരു അക്കൗണ്ടിൽ നമ്മളൊരു 100 രൂപേൻ്റെ ഒരു ഡിഫറൻസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ടിൽ വന്ന് വേറൊരു അക്കൗണ്ടിൽ ആ 100 രൂപേൻ്റെ അതേ എറർ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ ടോട്ടൽ എഴുതുന്ന സമയത്ത് ഈ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. രണ്ട് അക്കൗണ്ടിലും നമ്മൾ എമൗണ്ട് എഴുതിയത് റോങ് ആണെങ്കിലും അറ്റ് എൻഡ് ടോട്ടൽ ചെയ്ത സമയത്ത് ആ എറർ കാണാണ്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ എറർ ഓഫ് എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജസ്, അതേപോലെ ട്രയൽ ബാലൻസിൻ്റെ ലിമിറ്റേഷൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് ഒരു പോയിന്റ് തിയറി പോലെ പറഞ്ഞുതരാം. ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? ഇറ്റ് ഈസ് എ റീസണബിൾ പ്രൂഫ് ഓഫ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ടിങ് എൻട്രീസ് ഇഫ് ദ ടു സൈഡ്സ് ഓഫ് ട്രയൽ ബാലൻസ് ടാലി. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്താണ്? അക്കൗണ്ടിങ് എൻട്രീസിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു പ്രൂഫാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെബിറ്റ് സൈഡായാലും ക്രെഡിറ്റ് സൈഡായിരിക്കും എന്തായിരിക്കും? ടാലി ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ അരിത്തമെറ്റിക്കലി കറക്റ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് സൈഡ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടാലി ആയിരിക്കും. അതുകൊണ്ട് ഒരു അരിത്തമെറ്റിക്കൽ പ്രൂഫായിട്ടായിരിക്കും നമ്മളത് സൂക്ഷിക്കുന്നത്. രണ്ടാമത് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. അല്ലേ, പെർട്ടിക്കുലർ ഡേറ്റിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ബാലൻസിനെയാണ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത്. Thus, it serves a summary of the results of all transactions during the period. The position of each account can be judged simply by looking at the trial balance. The ledger may be referred only if some further details are required in the respect of particular amount. രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ലെഡ്ജർ അക്കൗണ്ടും ഒരു പെർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ അതിൻ്റെ ബാലൻസും അതുപോലെ നമുക്ക് അതിൻ്റെ ഡേറ്റിന് ഏത് ബാലൻസ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റുന്നു. നമുക്ക് ജഡ്ജ് ചെയ്യാൻ സിംപ്ലി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. മൂന്നാമത്തത് എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. വൺ ക്യാൻ പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈവൻ ബൈ ടേക്കിംഗ് ഈച്ച് ബാലൻസ് ഡയറക്ട്ലി ഫ്രം ദ ലെഡ്ജർ, ബട്ട് ദാറ്റ് വിൽ ബി ടു കമ്പൾസം. അതായത് എന്താണ്? ഈ ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലെഡ്ജർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ടിലാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ എഴുതാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തത് എന്താ? റെഗുലർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എൻഷുർ ദാറ്റ് ദ അക്കൗണ്ടിങ് സ്റ്റാഫ് വിൽ വർക്ക് കെയർഫുള്ളി. ദേ വിൽ കീപ് ദ അക്കൗണ്ട്സ് അപ് ടു ഡേറ്റ്, സ്ട്രൈവ് ഹാർഡ് ടു അവോയ്ഡ് മിസ്റ്റേക്സ്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എന്താണ്
നമ്മളെ അക്കൗണ്ടിങ് സ്റ്റാഫ് നമ്മൾ വളരെ കെയർഫുള്ളി ആയിരിക്കും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. കാരണം അതിൽ ഓരോ ഡേറ്റിൽ വരുന്ന ട്രാൻസാക്ഷൻസും കറക്റ്റായിട്ടും നമ്മളിപ്പോൾ പർട്ടിക്കുലർ റോങ് എറേഴ്സ് ഒന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് അവർക്കത് ചെക്ക് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പറ്റുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ അഡ്വാൻറ്റേജസിൻ്റെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരിക്കും ട്രയൽ ബാലൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? Trial balance does not disclose all types of errors. Certain types of errors remain undetected even then the trial balance tallies. Hence, it is not a conclusive proof the accuracy of the books of account. അതായത് ട്രയൽ ബാലൻസിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് എറേഴ്സും നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ പഠിച്ച 3-4 ടൈപ്പ് എറർ മാത്രമേ ഉള്ളൂ. ഇതിലും കൂടുതൽ എന്തെങ്കിലും എറേഴ്സൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അതിൽ എല്ലാ ടൈപ്പ് ഓഫ് എറേഴ്സിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ട്രയൽ ബാലൻസിൻ്റെ. രണ്ടാമത്തത്, ട്രയൽ ബാലൻസ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ. യു കനോട്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ ട്രേഡിംഗ് ആക്ടിവിറ്റി ഓർ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഡയറക്ട്ലി ഫ്രം ദ ട്രയൽ ബാലൻസ്. അല്ലേ, ട്രയൽ ബാലൻസ് നോക്കിയാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അത് നോക്കിയാൽ നമുക്ക് കിട്ടില്ല ഒരു ബിസിനസ്സിൻ്റെ. നമുക്ക് അതിലുള്ള തെറ്റും ക്രെഡിറ്റും കാര്യങ്ങളും മനസ്സിലാവുന്നല്ലാതെ അതിനേക്കാളും കൂടുതൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഐഡിയനെ കുറിച്ചിട്ടൊരു കറക്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടില്ല ട്രയൽ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് ബിസിനസ്സിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയും 2 ലിമിറ്റേഷൻസ് ആണുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് നോക്കി. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നമ്മളിപ്പോൾ കുറച്ച് എറേഴ്സ് പഠിച്ചല്ലോ. അതിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണുള്ളത്. 1 സൈഡ് എററും ദെൻ 2 സൈഡ് എററും. ഓക്കെ, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. റെക്ടിഫിക്കേഷൻ ഓഫ് എററിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 1 സൈഡ് എററും സെക്കൻഡ് 2 സൈഡ് എററും. ഇതൊക്കെ ജസ്റ്റ് തിയറി നിങ്ങൾ നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് എറേഴ്സിൻ്റെ അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, 1 സൈഡ് എററും 2 സൈഡ് എററായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ വരുന്ന 1 സൈഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് 1 സൈഡ് എററാണ്. 1 സൈഡ് എറർ എന്ന് പറഞ്ഞാൽ certain errors affect only one side of an account, either the debit side or the credit side. Such error are called one side error. Okay, one side error എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു സൈഡിലായിരിക്കും ആ എറർ ഒക്കർ ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ അത് ഡെബിറ്റ് സൈഡിലായിരിക്കാം അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കാം. അപ്പം 1 സൈഡിൽ ഒക്കർ ചെയ്യുന്ന എററിനെയാണ് നമ്മൾ 1 സൈഡ് എറർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 received from Deshmukh was posted to his account ₹10. It means Deshmukh account has been credited ₹10 instead for 100. And there is no mistake in the cash book. Thus, this error are affected only one side of an account. അല്ലേ, അതായത് ദേശ്മുഖിൻ്റെ അടുത്ത് നിന്ന് 100 രൂപ നമ്മൾ റിസീവ് ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്തു? ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ 10 രൂപ എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാഷ് ബുക്കിൽ അത് നമ്മൾ 10 രൂപയിൽ 100 രൂപയായിട്ട് തന്നെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമേ എറർ, 2 അക്കൗണ്ടിലും അത് എറർ എഫക്റ്റ് ചെയ്തില്ലല്ലോ. ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ മാത്രമേ നമ്മൾ 100 രൂപയ്ക്ക് പകരം 10 രൂപ എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ കറക്റ്റായിട്ട് 100 രൂപ എന്ന് തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു അക്കൗണ്ടിൽ ഒരു സൈഡിൽ മാത്രം, ഓക്കെ, ഒരു സൈഡിൽ മാത്രം എഫക്റ്റ് ചെയ്ത എററിനെയാണ് നമ്മൾ 1 സൈഡ് എറർ എന്ന് പറയുന്നത്. പിന്നെന്താണുള്ളത്? വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ് ബുക്ക് ഈസ് ഓവർ ക്രാഫ്റ്റ് by 1000. This will affect the debit side of purchase account. There the total purchase is posted and the no other side is affected. പർച്ചേസ് ബുക്ക്, പർച്ചേസ് ഓഫ് ക്യാഷിന് പർച്ചേസ് ചെയ്താലും നമ്മൾ അതേപോലെ തന്നെ പർച്ചേസ് ബുക്കിൽ നമ്മളത് ആ എമൗണ്ട് റോങ് ആയിട്ട് എഴുതുന്നു. പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മളത് കറക്റ്റായിട്ട് എമൗണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പർച്ചേസ് ബുക്കിൽ മാത്രമേ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ.
അപ്പം അതിനെയാണ് നമ്മൾ, അതായത് വൺ സൈഡ് എറർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഡെബിറ്റ് സൈഡിലോ അല്ലെങ്കിൽ ഐദർ ഡെബിറ്റ് സൈഡിലോ അല്ലെങ്കിൽ ഐദർ ക്രെഡിറ്റ് സൈഡിലോ ആയിരിക്കും ആ എറർ ഒക്കർ ചെയ്യുന്നത്. ആ ഒരു സൈഡിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന എററിനെയാണ് നമ്മൾ വൺ സൈഡ് എറർ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ടു സൈഡ് എറർ. ടു സൈഡ് എന്താ? അപ്പോൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. certain errors may affect two or more accounts. ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ അക്കൗണ്ട്സിനെ എഫക്റ്റ് ചെയ്യുന്ന ടു സൈഡ് എറർ എന്ന് പറയുന്നത്. എറർ ഒക്കർ ചെയ്ത് എഫക്റ്റ് ചെയ്യുന്നതിനാണ് ടു സൈഡ് എറേഴ്സ് എന്ന് പറയുന്നത്. സച്ച് എറേഴ്സ് ആർ കോൾഡ് ടു സൈഡ് എറേഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റിന് നമ്മളിപ്പോൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്തു. എത്ര? 1080 രൂപ ക്രെഡിറ്റ് സെയിൽ നടത്തി. പക്ഷേ ആനന്ദ് വാസ് സ്ട്രോങ്ലി റെക്കോർഡ് ഇൻ ദ സെയിൽസ് ബുക്ക് 1800. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ എങ്ങനെയാണ് വരിക? എൻട്രി എങ്ങനെയാണ് വരിക? ക്യാഷിനല്ലല്ലോ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അല്ല വരിക. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും, ആനന്ദോ ആരെങ്കിലും. അപ്പോൾ ആനന്ദ് ആണെങ്കിൽ ആനന്ദ് അക്കൗണ്ട് ടു സെയിൽസ് അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ അത് എന്ത് ചെയ്തു? ആനന്ദിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട്, ക്രെഡിറ്റ് സെയിലാണല്ലോ നടന്നത്, അപ്പോൾ ആനന്ദിൻ്റെ അക്കൗണ്ടിൽ അതെങ്ങനെ ചെയ്തു? റോങ്ങിൽ 1080 രൂപേനെ 1800 രൂപ എന്ന് ആനന്ദിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ദിസ് എറർ വിൽ എഫക്ട് ടു അക്കൗണ്ട്സ് വൈസ്, ആനന്ദ് അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട്. ആനന്ദ് അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് 1800 ഇൻസ്റ്റെഡ് ഓഫ് 1080. The sales account has been credited by the additional amount 720. അപ്പം ഇത് ക്രെഡിറ്റിനാണ് നടന്നത്. അപ്പം ഇതെന്ത് ചെയ്യും? ആനന്ദിൻ്റെ അക്കൗണ്ടിൽ 1800 എന്ന് പോസ്റ്റ് ചെയ്തു. സെയിൽസിൽ നമ്മൾ അതേപോലെ തന്നെ സെയിൽസിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് പറ്റൂ? രണ്ട് അക്കൗണ്ടിന് ഈക്വലായിട്ട് അതിൻ്റെ മിസ്റ്റേക്ക് ബാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും ഒക്കർ ചെയ്യുന്ന എററിനെയാണ് നമ്മൾ ടു സൈഡ് എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ വൺ സൈഡ് എറർ പഠിച്ചു, ടു സൈഡ് എറർ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്തൊക്കെയാണ്? ഒന്നുകൂടി ഓടിച്ച് പോവാം. ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിൽ നമ്മൾ വാട്ട് ഈസ് ട്രയൽ ബാലൻസ് എന്ന് പഠിച്ചു. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്ത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിങ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാനും ചെക്ക് ചെയ്യാനും പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു. ദെൻ ട്രയൽ ബാലൻസിൽ കോസസ് ഓഫ് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസിലേക്ക് വരുന്ന കുറച്ച് കോസസും കാര്യങ്ങളും പഠിച്ചു. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ എറേഴ്സ് പഠിച്ചു. 4 എററാണ് നമ്മൾ പഠിച്ചത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 4 എററും പഠിച്ചു കഴിഞ്ഞു. ദെൻ ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജസും നമ്മൾ കണ്ടു. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെ വരുന്നു എന്ന് പഠിച്ചു. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറർ, ഒരു എറർ എങ്ങനെ റെക്ടിഫൈ ചെയ്യുക. അപ്പോൾ എറർ എങ്ങനെ, എന്തൊക്കെ എറർ ഉണ്ടാവാൻ 2 ടൈപ്സ് ആണുള്ളത്, വൺ സൈഡ് എറർ ആൻഡ് ടു സൈഡ് എറർ. വൺ സൈഡ് എറർ എന്ന് പറഞ്ഞാൽ തന്നെ വൺ സൈഡ് എഫക്റ്റ് ചെയ്യുന്ന എററിനെയാണ് വൺ സൈഡ് എറർ എന്ന് പറയുന്നത്. ടു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൻ്റെ 2 സൈഡിലും നമുക്കതിനെ എഫക്റ്റ് ചെയ്യും. എന്താണ് പഠിക്കാൻ പോകുന്നത്? സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് വരുമല്ലോ. ഡെബിറ്റ് സൈഡ് ആൻഡ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് നമുക്ക് എന്തിലാണോ വന്നത് നമുക്ക് മെൻഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളെ അക്കൗണ്ടേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ തൽക്കാലം ആ എറർ എവിടെ നിന്നാണ് ഡിക്റ്റേറ്റ് ചെയ്തതെന്ന് മനസ്സിലാവുന്നത് വരെ നമ്മൾ അതിൻ്റെ ഈ രണ്ട് ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് അതിലായിരിക്കും നമ്മൾ ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്.